ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിലോട്ട് പോയി. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത പള്ളിയായിരുന്നു. നല്ല വെള്ളയും ഡ്രസ്സ് ഇട്ട ഒരു കുട്ടി ക്യാമറയിലേക്ക് നോക്കി. ശേഷം അവിടെ ഉള്ള ഹൗലൻകരയാണ് വീഡിയോയിൽ കാണുന്നത്. സമയം ഏകദേശം 12 ആവുന്നേ ഉള്ളൂ. പള്ളിയിൽ ആളുകൾ വരാനാവുന്നേ ഉള്ളൂ. ഒരുപാട് പേര് സൂറത്തുൽ കഹ്ഫും മറ്റു സൂറത്തുകളും പാരായണം ചെയ്യുന്നത് കണ്ടു. ഇതാണ് ആ പള്ളിയുടെ ഉൾവശം. തൊട്ടപ്പുറത്ത് തന്നെ ഖബർസ്ഥാനയും കാണാനിടയായി. ശരിക്കും നല്ലൊരു ഫീലിംഗ് ആണ് ആ പള്ളിയിൽ നിസ്കരിക്കാനും മറ്റ് കർമ്മങ്ങൾ ചെയ്യാനും. കാരണം തൊട്ട് ഖബർസ്ഥാനുള്ളത് കൊണ്ട് ആത്മാർത്ഥത കുറച്ച് കൂടുകയും ചെയ്തു. ഇന്ന് ഈ പള്ളിയിൽ ജുമഅക്ക് നേതൃത്വം നൽകേണ്ട ഉസ്താദാണിത്. ക്യാമറ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ഖുതുബയുടെ ദുആയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത, പള്ളിയിൽ എല്ലാവരും തൊപ്പിയിടും. നമ്മുടെ നാടുകളിലെ പോലെ തൊപ്പിയില്ലാത്തവർ ഇവിടെ കാണുകയില്ല. നല്ല മഴയായതുകൊണ്ട് ശരിക്കും നല്ല ഫീലിങ്ങോടെ ഖുതുബ കേൾക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുന്ന രംഗങ്ങൾ ആണ് വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. പലരും സുന്നത്ത് നിസ്കാരങ്ങൾ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ക്യാമറ അല്പം ബ്ലറായിരുന്നു. ഞാൻ സൂമിങ് കറക്റ്റ് ആക്കിയത് കൊണ്ട് ഇപ്പോൾ ശരിക്കും കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരും പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, എല്ലാവരുടെ തലയിലും തൊപ്പി ഉണ്ടാവും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ഞാൻ വീണ്ടും പള്ളിയുടെ ഉള്ളിലോട്ട് പോയി. അവിടെ വീണ്ടും പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞു. പക്ഷെ വീണ്ടും അവിടെയുള്ളൊരു സ്വലാത്ത് ദിക്ർ കാര്യങ്ങളെല്ലാം ചൊല്ലി വീണ്ടും പ്രാർത്ഥിക്കും. നമ്മുടെ നാടുകളിൽ ഇത് കാണാൻ സാധിക്കില്ല, പക്ഷെ ലക്ഷദ്വീപിൽ ഇത് സുലഭിതമാണ്. കാരണം ദിവസങ്ങളോളം അവിടെ യാസീനോത്ത്, ഖുർആനോത്ത്, പല പല സ്വലാത്ത് കർമ്മങ്ങൾ ദിവസം തോറും ലക്ഷദ്വീപിൽ കാണാൻ സാധിക്കും. എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അങ്ങനെ മറ്റു ദിക്ർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇതാ പള്ളിയുടെ മുൻപിലുള്ള ഒരു അടിപൊളി കുളമാണ്. ഇവിടെ മിക്ക പള്ളിയുടെയും മുൻപിൽ ഇങ്ങനെ കുളം കാണാൻ സാധിക്കും. ആ കുളത്തിൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അൽഹംദുലില്ലാ 110 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് ഫോളോവേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് പണ്ഡിതന്മാർ വന്നാൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്ടിലോട്ടാണ് ഇന്ന് ഉച്ചഭക്ഷണം വെള്ളിയാഴ്ച ആയതുകൊണ്ട്. എ പി അബൂബക്കർ മുസ്ലിയാരും മറ്റു ഒരുപാട് പണ്ഡിതന്മാർ വന്നാൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വീടാണ് നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം. നമ്മുടെ അടുത്ത സൈഡ് കാണുന്നത് അവിടെയുള്ളൊരു ഹോസ്പിറ്റലാണ്. വരും ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഹോസ്പിറ്റൽ, ലക്ഷദ്വീപ് ചത്തിലത്ത് ദ്വീപിലെ ഹോസ്പിറ്റൽ. പിന്നെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്.
ആ മുൻപിൽ കാണുന്ന വീടാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു വീടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് ആ വീട്ടിലോട്ട് കയറുകയാണ്. പുറത്തുള്ള ഗസ്റ്റ് ആയതുകൊണ്ട് ലക്ഷദ്വീപുകാർ നന്നായി സൽക്കരിക്കും. അവർ ഗസ്റ്റായിട്ട് ഒരാളെ വിളിച്ചു വരുത്തിയാൽ അവരെ അതിഥിയെ അവർ നന്നായി സൽക്കരിക്കും. അത് ഇവിടുത്തെ ശീലമാണ്. ഇതാ വീടിൻ്റെ ഉൾഭാഗമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. നല്ലൊരു ഭക്ഷണം തന്നെ ആയിരുന്നു. മീനാണെങ്കിലും സാമ്പാറാണെങ്കിലും കോഴിയാണെങ്കിലും പല പല നല്ലൊരു ഭക്ഷണമായിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഞാൻ ആ വീടിൻ്റെ മുൻപിലുള്ള കാഴ്ചയൊക്കെ വീഡിയോയിൽ പകർത്തി. ലക്ഷദ്വീപുകാർ കരകൗശല വിദ്യയിൽ മുൻപന്തിയിലാണ്. ഇവരെ അറിയപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വീണ്ടും ഞാൻ ആ വീടിൻ്റെ ഉൾഭാഗത്തിലുള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് തന്നെ കയറി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെ ആയിരുന്നു. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും.